ഇപ്പോഴത്തിലെ താരങ്ങളും അതിൻ്റെ എന്താണ് തലവൻ എന്നൊക്കെ പറയാം നമ്മുടെ ജിത്തു ജോസഫ് സാറൊക്കെ നമ്മുടെ കൂടുതലുണ്ട്. അപ്പം നമുക്ക് അവരിലേക്ക് പോകാം. ഹായ് സാർ. നീരജ് കൈ അവിടെ വരത്തൂല. ഹായ് രസ്ന. ട്രെയിലറിൽ കണ്ട പോലെയൊക്കെ തന്നെയാണല്ലോ, കുട്ടിക്കളിയാണല്ലോ. എന്തായാലും സിനിമ ഓണവുമായിട്ടും ഓരോ ഓണത്തിന് മലയാളികൾക്ക് ഒരു സദ്യ എന്നുള്ള രീതിയിൽ സിനിമ റിലീസായി അല്ലേ? അപ്പോൾ ഈ സിനിമ എന്ന് പറയാം, ജിത്തു ജോസഫ് സാർ ഒരു പടം ചെയ്ത് റിലീസാവുന്ന കേൾക്കുമ്പോൾ ആൾക്കാരിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അത് സാറ് മുന്നും ചെയ്ത പടങ്ങളിൽ നിന്ന് വന്നേക്കുന്ന പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷ ഈ സിനിമയും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റുമോ? അത് പ്രതീക്ഷ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഭയങ്കരമായ ഹിറ്റാണ് നല്ലൊരു സിനിമ അല്ല, അങ്ങനെ ഒരു ഹിറ്റൊക്കെ ഓക്കെ, അവർക്ക് ആഗ്രഹിക്കാം, ആഗ്രഹിക്കുന്നു അതിനുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ഊഴത്തിനകത്തുണ്ട്. മറിച്ച് സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇതിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് അമിത പ്രതീക്ഷകളിൽ മാത്രമേ പേടിയുള്ളൂ. കാരണം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദൃശ്യം അങ്ങനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അതിൽ നിന്ന് താഴേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതൊക്കെ വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു. ഇനി ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം 100 ദിവസം ഓടുക അല്ലെങ്കിൽ 50 കോടി കളക്ട് ചെയ്തൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. നല്ല സിനിമകൾ ചെയ്യുക, അത് കഴിയുന്നതും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക. അക്കൂട്ടത്തിൽ അതിനകത്ത് എവിടെയെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. മെസ്സേജ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് സിനിമ കാണുന്ന പ്രേക്ഷകർ ഒരാൾക്കെങ്കിലും ആ സിനിമ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുക, അല്ലെങ്കിൽ ഗുണകരമായിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് തന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു അതിൻ്റെ ഒരു കടമ നിർവഹിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കതിനെ കാണാം. ഈ ഇന്നലെയാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ ഒരു ഇത് ട്രോള് കണ്ടു. ഇപ്പം ഈ അടുത്ത് ഒരു നേഴ്സ് ഒരു ലേഡി ഭർത്താവിനെ മറ്റേ സയനൈഡ് കൊടുത്ത് ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ കാര്യം പറഞ്ഞല്ലേ? യെസ്. അല്ല നമ്മളിപ്പം അത് മുന്നേ കണ്ടു എന്നാണ് പറഞ്ഞത്. മുന്നേ കണ്ടെന്നില്ല, അത് ഈ നാട്ടില് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ദൃശ്യം വന്നപ്പം ബോഡി കുഴിച്ചിട്ട് ഒളിച്ചു വെച്ചു. ഇതിനു മുമ്പ് എന്തൊരു ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ, ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന സിനിമകള് ജീവിതത്തിൽ നിന്ന് നടക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ജീവിതത്തിൽ നിന്ന് കടമെടുത്ത് ചെയ്തതാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പൊ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് ഞാൻ അന്ന് അതിനകത്ത് പറഞ്ഞിരുന്നു, ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നുമില്ല, അതൊരു ജീവിതമാണെന്ന്. അതാണ് അതുപോലെ ഒരു ജീവിതം ഒരിടത്ത് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി എക്സാക്ട്ലി അതുപോലെ അല്ല സംഭവിച്ചത്, അതിനേക്കാൾ ഭീകരമായിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ പല അതുപോലത്തെ സംഭവങ്ങൾ പല രീതിയിലും പല ഭാവത്തിലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യമാണ്. അവിടെ നിൽക്കട്ടെ, നീരജിലേക്ക് പോകും. നീരജ് മുടിയൊക്കെ നീട്ടി ഭയങ്കര കുറേയും കൂടെ ഭംഗി വെച്ചിരിക്കുന്നു. കാരണം എനിക്ക് എന്താണ് വിക്രത്തിനടുത്തൊക്കെ പോയി എന്ത് കാണിക്കുന്നൊക്കെ നമ്മൾ കണ്ട് അന്നേരം ഇത്രയും മുടി നീട്ടിയ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. എന്തായിരുന്നു ഒരു രസത്തിന് നീട്ടിയതാണോ മുടി നീട്ടാനുണ്ടായ ചെയ്ത വികാരം? പ്രത്യേകിച്ച് ഒരു കാര്യമില്ലായിരുന്നു, ഞാൻ വെറുതെ നീണ്ടിരിക്കുമ്പോൾ അത് കറക്റ്റ് ഈ പടത്തിന് അത് വളരെ യൂസ്ഫുൾ ആയി. ഞാനത് ആക്ച്വലി വെട്ടണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ജിത്തുവേട്ടൻ ഇപ്പോൾ ഒരുപാട് മുടിയുണ്ടോ ഇങ്ങനെ കാണുമ്പം കറക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, ഇത് എൻ്റെ കഥാപാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ അത് ചില സമയങ്ങൾ കറക്റ്റായിട്ട് ഞാൻ അതിനൊരു പേർപ്പസ് ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സോഫിസ്റ്റിക്കേഷന് ഒരു ആഡ് ഓൺ ആയിരുന്നു ഈ ഒരു ഫീച്ചർ. ഇപ്പം നമ്മളൊരു ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഒരു ഇത്തിരി ലൂസായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഷാബി ആയിട്ടുള്ളൊരു ലുക്ക്. എന്താ പറയുക, ഞാനൊരു IT പ്രൊഫഷണലാണ്, എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളല്ല. മറ്റേ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലൊന്നും വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റിബൽ ഒരു IT പ്രൊഫഷണൽ. അപ്പം അങ്ങനത്തെ ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു റിബൽ ആറ്റിറ്റ്യൂഡും അതെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റിയും കാര്യങ്ങളും. അപ്പം അങ്ങനെ ഒരാളുടെ ഒരു ഫീച്ചറിന് മാറി നിൽക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭയങ്കരമായിട്ട് ഈ ലുക്ക് സപ്പോർട്ട് ചെയ്യും. ഈ പാട്ടുകാരനാണോ ഇതിനകത്ത് എപ്പോഴും ഗിറ്റാർ പിടിച്ച് നടക്കുന്നുണ്ട്? അതിനകത്ത് അതാണല്ലോ കാണി, പാട്ട് അറിയില്ല തന്നെയാണ് ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ സോങ് കാണുമ്പോ തന്നെ നമുക്കറിയാം പാട്ടറിയാമല്ലെന്നുള്ളത്. പാട്ട് അറിയില്ല പക്ഷെ പാട്ട് അറിയുന്നുള്ള രീതിയിൽ, അതിനേക്കാളൊക്കെ ഉപരി
പടത്തിനകത്ത് ആ ഒരു ഏരിയ അല്ല ക്യാരക്ടർ. ഇപ്പോൾ എനിക്ക് ഈ ക്യാരക്ടറിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറി നിന്നൊരു കഥാപാത്രമായിരുന്നു. കുറച്ചും കൂടെ എന്താ പറയുക, സട്ടിലായിട്ട് പ്ലേ ചെയ്യേണ്ട, കുറച്ചുകൂടെ ഡീപ്പ് ഇമോഷൻസ്, മെച്യൂരിറ്റി ഉള്ള. പിന്നെ ഒരു ഫുൾ ലെങ്ത് ആണ് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ പ്രത്യേകം ഓക്കെ. ഈ മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ പണ്ട് ഏതോ സത്യനന്ദിക്കാട് സാറാന്ന് തോന്നുന്നു, പണ്ട് ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാളെ ചെന്നൈയിൽ വെച്ച് സിനിമ നിർത്തി വെച്ചിട്ട് ട്രെയിനിൽ കയറി, കാരണം അതിന് പറ്റിയൊരു ആക്ടറെ കണ്ടെത്താൻ സാധിക്കാണ്ട് ലാസ്റ്റ് ട്രെയിനിൽ കയറി പോകുന്ന സമയത്ത് ഒരാൾ ട്രെയിനിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അയാൾ കറക്റ്റ് ആപ്റ്റാന്ന് തോന്നി. അയാളോട് നാളെ രാവിലെ എൻ്റെ റൂമിൽ വരാൻ പറഞ്ഞ് റൂമിൻ്റെ അഡ്രസ്സും കൊടുത്ത് പുള്ളി പിറ്റേ ദിവസം രാവിലെ സാറ് നോക്കുമ്പോൾ പുള്ളി വന്ന് കഥ മുട്ടുന്നു. ഫുൾ ഒരു സുന്ദരക്കുട്ടൻ മുമ്പിൽ വന്നിരിക്കുന്നു. ആരാന്ന് ചോദിച്ചു. അല്ല സാറ് ഇന്നലെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ, വരാൻ പറഞ്ഞില്ലല്ലോ. അല്ല സാർ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടിരുന്നു, അത് താങ്കളായിരുന്നു എന്ന് ചോദിച്ചു. പുള്ളി മുടിയൊക്കെ നീട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി രാവിലെ സാറെന്തായാലും സിനിമയിൽ മിക്കി വിളിച്ചല്ലേ, ഫുൾ ക്ലീഷയൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് കൂടി വന്നു. ഇതൊരു കഥ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സത്യനന്ദിക്കാട് സാറിനെ പറ്റിയൊരു സംഭവം കേട്ടിട്ടുണ്ട്. എനിവേ അതൊക്കെ വിട്. നായിക രസ്ന, ട്രെയിലറിനകത്തൊക്കെ കണ്ട് പാട്ടിനകത്തൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര കുട്ടിക്കളിയുള്ള, നമുക്ക് എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ കളിക്കുന്ന ഒരു സെയിം രസം വീട്ടിൽ അവരൊപ്പിക്കുന്ന പൊക്കത്തരങ്ങളുണ്ടല്ലോ. ഇപ്പം അമ്മേൻ്റെ ഒന്ന് ചീത്ത കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അമ്മേൻ്റെ ചീത്ത പറഞ്ഞെന്ന് പറയും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിവൃത്തിയിൽ അങ്ങോട്ടൊന്നും നമുക്കും കിട്ടുമല്ലോ. അതുപോലത്തെ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഈ പറഞ്ഞ തന്നെയാണ് അതിന്റെ ഒരു സക്സസ്. കാരണം അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ പടത്തില്. അപ്പം രാജുവേട്ടന്റെ സിസ്റ്റർ ആയിട്ടാണല്ലോ ഞാൻ വരുന്നത്. ശരിക്കും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇതുപോലെ ഒരു സൂപ്പർ ഡയറക്ടറിന്റെ കൂടെ ഒരു സൂപ്പർ ആക്ടറിന്റെ കൂടെ നല്ലൊരു റോളിൽ വരിക എന്ന് പറയുമ്പോൾ ശരിക്കും പലരും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ഡയറക്ടറിന്റെ കൂടെ ഒരു എൻട്രി ലഭിക്കുക. അതെ 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 അതെ. അതിപ്പോ എനിക്കൊന്ന് രസം ഭയങ്കര ലക്കിയാണ്. ശരിക്കും ലക്കിയാണ്. കൂട്ടത്തിൽ ഒരു എൻട്രി കിട്ടി. ഇനി സാറാണ് പറയേണ്ടത്, എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? അല്ല, ആക്ച്വലി ഷീസ് വെരി ടാലന്റഡ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം നമ്മൾ സോങ്ങിനകത്തൊക്കെയുള്ള ചില സട്ടിൽ റിയാക്ഷൻസ് ഉണ്ട്. ഉദാഹരണം പറയാം, സോങ് കണ്ടാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മേനോൻ സാർ വന്നിരുന്ന് ഇത് വെച്ച് ചെസ് കളിക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ട് വിളിക്കും, ഐശ്വര്യ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഷോട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു ഇത് വെപ്പുണ്ട്, റിയാക്ഷൻ ഉണ്ട്. ഭയങ്കര നാച്ചുറലാണ്. വേണോ ഇത് പ്രശ്നമാണ്, മുങ്ങിയാലോ എന്ന് സംശയിക്കുന്ന ആ ഒരു പുരുവൊക്കെ വെച്ചിട്ട് അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പം ഒരു ഇൻബോൺ ആയിട്ട് അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നെ വെച്ചാൽ പുള്ളി ആദ്യം വന്നപ്പം കുറച്ചൊരു പരിഭ്രമവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ദിവസമൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് പുള്ളി ഇതിൻ്റെ കൂടെ ആ ഒരു ടെൻഷനും ഇതൊക്കെ മാറി ഞങ്ങൾ ഈ സെറ്റിനകത്തേക്ക് അങ്ങ് മിങ്കിളായി, മെർജായി. പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആയി കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് ഇത് വന്നു. പിന്നെ എല്ലാ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ തുടങ്ങുമ്പോൾ ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. അത് അങ്ങോട്ട് പിന്നീട് പല സിനിമകൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി നമ്മളൊരു തഴക്കവും പഴക്കവും വരിക. അങ്ങനെ അത് വന്ന് അങ്ങനെ സീസൺഡ് ആയിട്ട് വരും. അങ്ങനെയാണ് ഒരു ഇതിലേക്ക് വരുന്നത്. ഈ സിനിമയിലെത്താൻ വേണ്ടി ഊഴം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഊഴത്തിൽ തന്നെ എത്തിയത് ഭയങ്കര ഭാഗ്യമല്ലേ? അതും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ, വലിയൊരു ഡയറക്ടറുടെ കൂടെ എത്താൻ പറ്റുന്ന പുള്ളി പറഞ്ഞത് പൃഥ്വിരാജിന്റെ ഊഴല്ലേ, ഇത് എന്റെ ഊഴാന്നാ പുള്ളി. ശരിയാണ്. ഞാനും ഒരു ലോങ് കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു എൻട്രി കിട്ടിയത്. അപ്പൊ അത് ശരിക്കും എന്റെ ഒരു ഊഴമാണ്. കാരണം അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, സാറ് ഈ പടത്തിലെ പൃഥ്വിരാജിന്റെ സിസ്റ്ററിനെ ഒരു അധികം കാണാത്തൊരു ഫേസിന് നോക്കുന്നുണ്ട് എന്നുള്ളൊരു. അപ്പം ഞാൻ ഒരു ധൈര്യത്തില് ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പം നല്ല കുറേ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സ്റ്റൈലായി നിന്ന് ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു. പിന്നെ എന്തോ പെട്ടെന്ന് തോന്നി ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫോട്ടോ കൂടെ ഇരിക്കട്ടെ എന്നൊരു ചുമ്മാ വീട്ടിലിരുന്ന ഒരു ഫോട്ടോ കൂടെ അയച്ചു കൊടുത്തു, ഒരു സെൽഫി അയച്ചു കൊടുത്തു. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു അപ്പം തോന്നിയ ഒരു ഇതിന് ഞാൻ അയച്ചു എന്നേ ഉള്ളൂ, മേക്കപ്പ് ഇല്ലാത്തൊരു ഫോട്ടോ. പിന്നെയാണ് അറിഞ്ഞത് സാർ എന്നെ സെലക്ട് ചെയ്തത് ആ ഒരു ഫോട്ടോ കണ്ടിട്ടാണ്. അല്ലാതെ ഇത്രയും ഞാൻ പ്രതീക്ഷയോടെ അയച്ച കുറെ ഫോട്ടോസ് ഒക്കെ എന്റെ അമ്മ അങ്ങനെയല്ല. ഞാൻ അതൊരു ഇതാ വരുന്നത്, പോർട്ട്ഫോളിയോ ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ ചെയ്ത ഫോട്ടോസ് അയക്കാം. അതിന്റെ കൂട്ടത്തിൽ ഈ മേക്കപ്പ് ഒന്നുമില്ല, അത് നാച്ചുറൽ ആയിട്ടുള്ളതും വേണം. മനസ്സിലായി? നമ്മളിപ്പം ഫുൾ സൈസ് മാത്രമല്ല പ്രൊഫൈലും ഒക്കെ വേണം എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പിലുള്ളത് വേണം. അപ്പം നമുക്ക് എന്നാന്നറിയോ, ഇപ്പൊ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ
പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ എടുത്താൽ ആ ഫേസിൻ്റെ വേരിയേഷൻസ് നമുക്ക് അല്ലെ പിന്നെ നമ്മൾ ചെയ്തു നോക്കണം. ഇപ്പം ഞാനൊരു സിനിമയിലേക്ക് ഒരു പെൺകുട്ടിയെ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ നോക്കുന്നു, അപ്പോൾ ഇവന് ഓക്കെ ഇത് കണ്ടു, ഇവന് എങ്ങനെയൊക്കെ മാറും എന്നുള്ളത് പിന്നെ നമ്മൾ കുറേയൊക്കെ തലമുടി ചെയ്യുകയും അല്ല അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ അല്ല താടി വെപ്പിച്ചൊക്കെ നോക്കണം. അതേസമയം അയാൾ അയക്കുന്ന ഫോട്ടോയിൽ തന്നെ പല ഈ പറഞ്ഞ അറ്റയറിലുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചേഞ്ച് ഉണ്ടല്ലേ, ഇത്രയും ഒരു വേരിയേഷൻസ് ഈ ഫേസിൽ വരുന്നുണ്ടല്ലേ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ അത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ചുകൂടെ സഹായിക്കും. മനസ്സിലായോ? ആ സെൽഫി അയക്കാനെങ്ങാനും മറന്നു പോയിരുന്നെങ്കിൽ പിന്നെ അവസ്ഥ ഓർത്തു ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു. എന്തായാലും അതൊരു നല്ല ഊഴമായി. അതെ, എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു ഊഴം നല്ലതാണ്. കറക്റ്റ് അല്ലേ? പലരും സാറിൻ്റെ അടുത്ത് ഇപ്പോൾ എത്ര പേര് നിന്റെ നമ്പർ എപ്പോൾ വരും പഴയ പരസ്യം കണ്ടില്ലേ, എൻ്റെ നമ്പർ എപ്പോൾ വരും എന്ന് ചോദിച്ച് ഒരുപാട് പേര് നടക്കുന്നുണ്ടാവും അല്ലേ സാറേ? അതിൻ്റെ അന്ന് ഒരാളെ സെലക്ട് ചെയ്യുക, നായിക പ്രാധാന്യമുള്ള ഒരു റോളായിട്ട് വരിക. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ പഴയ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു കുടുംബം ശരിക്കും എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു കുടുംബത്തിൻ്റെ ഒരു ഫീല് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റി മാത്രമുള്ള ഒരു സിനിമയാണോ ഇത്? ഇതൊരു റിവെഞ്ച് ഡ്രാമയാണിത്. ഇപ്പം എല്ലാവരും കരുതുന്ന പോലെ മെമ്മറീസും ദൃശ്യത്തിലും ഒക്കെ ഒരു സസ്പെൻസ് ത്രില്ലറോ ഒന്നുമല്ല. ഒരു റിവെഞ്ച് ഡ്രാമയാണ്. ഇതൊരു ആക്ഷൻ മൂഡുണ്ട് ഈ സിനിമ. പക്ഷെ ആക്ഷൻ എന്ന് പറയുമ്പോഴും ഭയങ്കര ഹെവി ആക്ഷൻ അല്ല, അത്യാവശ്യം ഒരു ആക്ഷൻ മൂഡിൽ പറയുന്ന ഒരു റിവെഞ്ച് ഡ്രാമയാണ്. ഇതിന് ആ റിവെഞ്ചിൽ ആ പ്രതികാര ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു കുറച്ച് സംഭവവാസങ്ങൾ അതെല്ലാം ഈ ഫാമിലിയായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു ഈ പറഞ്ഞ സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന നമ്മുടെ രാജു ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ കുടുംബവും അതിൽ നിന്ന് ആണ് ഇതിന് ഈ പ്രതികാരത്തിന് ത്തിലേക്ക് നയിക്കപ്പെടുന്ന പല സംഭവം ഉണ്ടാകുന്നത്. കുടുംബമാണ് അതിൻ്റെ റൂട്ട്. ഇത് ഓക്കെ, കുടുംബത്തിൽ വരുന്നു, പിന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ പിന്നെ ഒരു പ്രതികാരത്തിന് വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സംഭവം. ഇതിലെ ക്യാരക്ടർ നെയിം പറഞ്ഞില്ല. എന്റെ ക്യാരക്ടറിന്റെ പേര് ഐശ്വര്യ. അജ്മൽ. വേറെ ആരൊക്കെയുണ്ട് സാറേ? മറ്റു താരങ്ങൾ ആരൊക്കെയാണ്? മേനോൻ സാറാണ് അച്ഛൻ്റെ വേഷം ചെയ്യുന്നത്. സീത ചേച്ചിയാണ് ഇതിനകത്ത് അമ്മയുടെ വേഷം ചെയ്യുന്നത്. പിന്നെ തമിഴിൽ നിന്ന് ദിവ്യ പിള്ളയാണ് ഇതിനകത്ത് നായിക. അയാൾ ഞാനല്ല എന്ന് പറയാ സിനിമയിലെ ഇതാണ്. പിന്നെ തമിഴിൽ നിന്ന് രണ്ട് ആർട്ടിസ്റ്റ് ഉണ്ട്, പശുപതി, ജയപ്രകാശ്. പിന്നെ ഇതിനകത്ത് പുതിയതായിട്ട് രണ്ട് ചെറുപ്പക്കാരെ അതിനകത്ത് ആൻസൺ എനിക്ക് ഇതിനു മുമ്പ് ഒരു പടം ചെയ്തു സുധീ വാദ്യ ചെയ്തതാണ്. പിന്നെ ടോണി ലൂക്ക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുണ്ട്. പുള്ളി ടോട്ടലി ഒരു ഫ്രഷ് ഇതാണ്. പുള്ളിയുടെ ഫസ്റ്റ് മലയാളമാണ്. ഇപ്പോൾ വേറെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറേ കൊച്ചു കൊച്ചു താരങ്ങളുണ്ട്. ഇർഷാദുണ്ട്. അപ്പം ഇതൊരു കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവരും അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉള്ള കൊച്ചു കൊച്ചു ക്യാരക്ടർ. അതിനകത്ത് മെയിൻ ലീഡ് റോളുകൾ ചെയ്യുന്നത് 3-4 പേരാണ്. സാറിൻ്റെ എല്ലാ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒരു കഥ പറയുന്ന ഒരു ശൈലി ഭയങ്കര രസമാണ്. ഇപ്പം പൃഥ്വി ഇതിനു മുമ്പ് ചെയ്ത മെമ്മറീസ് ആയാലും അതിൻ്റെ ഒരു കഥ പോകുന്നത് ഒരു ഫാമിലി ചുറ്റപ്പെട്ട് പോകുന്ന കഥയ്ക്കൊരു ഫ്ലോ ഉണ്ട്. ഒരു ദൃശ്യമായാലും ലൈഫ് ഓഫ് ജോസൂട്ടി ശരിക്കും ഇടയ്ക്ക് നമുക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ സംഭവിക്കുന്ന കഥകളാണ്. ഈ കഥകൾ എങ്ങനെയാണ് സാറ് കണ്ടെത്തുന്നത്? അതോ സാഹചര്യം ഇങ്ങനെ ശരിക്കും ജീവിത ആരെങ്കിലും കണ്ടെഴുതി അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടാണ് ഇങ്ങനെ? അല്ല, അതെപ്പോഴും ഉണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നതോ നമ്മൾ വായിക്കുന്ന പുസ്തകമോ നമ്മൾ കാണുന്ന സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ട സംഭവങ്ങളോ നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടറോ അതിൽ നിന്നൊക്കെ ആവാം ഇതിൻ്റെ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതൊരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എവിടുന്നാന്നുള്ളത്. ആരും തിന്നെ അറിയുന്നൊന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാവരും പറയുമ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ഡിറ്റോ ഇതുപോലെ എടുത്തു വെക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊരു സിനിമ കൊണ്ട് ഒരു ബുക്ക് കൊണ്ട് അതേപോലെ അതല്ലാതെ നമ്മുടെ ഒരു തോട്ട് കിട്ടി ആ തോട്ടിൽ നിന്ന് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ എന്ന് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ എഴുതി വെച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിട്ടിരുന്ന കുറേ കൊച്ചു എന്താ പറയുക കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് അന്നോട്ടേ ആഗ്രഹമുണ്ട് ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യണമെന്ന്.
അപ്പോൾ അന്നിങ്ങനെ പലത് ത്രില്ലർ. ഇപ്പോൾ രാജുവിനോട് ഈ കഥ പറയുമ്പോൾ 2007 ഡിക്റ്റേറ്റീവ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. മമ്മി ആൻഡ് മീ, മെമ്മറീസ്, ഊഴം, ഈ 3 കഥയാണ് ഞാൻ പറഞ്ഞത്. മമ്മി ആൻഡ് മീ പുള്ളിക്ക് അതിനകത്ത് പുള്ളി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നൊരു ഫീലിംഗ് പുള്ളി വേണ്ടെന്ന് വെച്ചു. പക്ഷെ പുള്ളിക്ക് ആ കഥ ഭയങ്കര ഇഷ്ടമായിരുന്നു. മെമ്മറീസ് പുള്ളിക്ക് ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്. പുള്ളിക്ക് അത് ആദ്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഊഴം ചെയ്യാം എന്നുള്ള ഇതിലെത്തി. പക്ഷേ ഇത് സംഭവിച്ചത് ഒരു 6-7 വർഷത്തിൽ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. കാരണം അതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതിയെടുക്കണം, അങ്ങനെ പല കടമ്പകളുണ്ട്. അപ്പം അതിനും മുമ്പ്, എത്രയോ മുമ്പ് ഇങ്ങനെ പല കഥകൾ, ത്രില്ലർ ആലോചിച്ചു. പിന്നെ റിവെഞ്ച്, ഒരു റിവെഞ്ച് സിനിമ കണ്ടപ്പോൾ റിവെഞ്ച് സിനിമ ചെയ്യണമല്ലോ, നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു കുട്ടികളുടെ സിനിമ കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു കുട്ടികളുടെ സിനിമയാണ്. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ പല ടൈപ്പ് ചെയ്യണമെന്ന് വരാം. അന്നേരം നമുക്ക് തോന്നുന്ന ചില ഒരു ഐഡിയ ഒക്കെ ഞാനിങ്ങനെ ബുക്കിൽ കുറിച്ചിടും. പിന്നീട് നമ്മുടെ നടപ്പിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പലപ്പോഴായിട്ടത് കുറേശ്ശെ ഡെവലപ്പ് ചെയ്തു വരും. മൈ ബോസ് ഒഴിച്ച് ബാക്കിയെല്ലാം അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ്. കാരണം മൈ ബോസ് ശരിക്കും ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തായതുകൊണ്ട് അതിന് വലിയ സമയം എടുത്തില്ല. ബാക്കി എല്ലാ സമയം എടുത്ത് തന്നെ ചെയ്തതാണ്. ഓക്കെ, നീരജ്, ഈ ഒരു അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് നീരജ് ഡാൻസിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നൊരു സംസാരം കേൾക്കുന്നു, സത്യമാണോ? ഇല്ല, അങ്ങനെ ഡാൻസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഡാൻസ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ ചെറുപ്പം മുതലേ സിനിമയെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി എന്നത് ഒരിക്കലും ഇല്ല. ഡാൻസിനെ സീരിയസ് ആയിട്ട്, ഡാൻസ് എൻ്റെ ഒരു പാഷനാണ്. ഡാൻസ് ഞാൻ പറഞ്ഞില്ലേ, കൊറിയോഗ്രാഫി ചെയ്ത് സംഭവിച്ചു പോയതാണ്. അത് വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിൽ നമ്മുടെ കൂട്ടുകാർ അന്ന് കൊറിയോഗ്രാഫി ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ഞാൻ ജോമൻ ചേട്ടനും അജുവിനൊക്കെ അറിയാം ഞാൻ ഡാൻസ് ചെയ്യുന്നത്. അപ്പം നീ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചതാണ്. കൊറിയോഗ്രാഫി ഞാൻ ഇനിയിപ്പോൾ ചെയ്യണം തന്നെ ഇല്ല, കാരണം എനിക്ക് അതിനൊരു കരിയർ, ഒരു സീരിയസ് പ്രൊഫഷനായിട്ട് എടുക്കാൻ താല്പര്യമില്ല. ഡാൻസ് ഈ പറയുന്ന പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ, ലൈവ് പെർഫോമൻസ് എന്ന് പറയുന്നതിന് വേറൊരു വൈബാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഓഡിയൻസ്, ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിച്ചതിൻ്റെ റെസ്പോൺസ് നമ്മൾ തിയേറ്ററിൽ പോയിരുന്നാൽ നമുക്ക് കുറച്ച് കാണാം, ഓരോ സമയത്ത് ഓരോ ഓഡിയൻസാണ്. പക്ഷേ ലൈവ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ചാനൽ പരിപാടികളിലൊക്കെ ഞാൻ അങ്ങനെ അവസരം കിട്ടിയ പെർഫോം ചെയ്യുന്നുള്ളതല്ലാതെ ഡാൻസ് സിനിമയിൽ ഇപ്പോൾ ഈ പടത്തിൽ ഒരു ക്ലബ് സോങ് ഉണ്ട്. ആ ക്ലബ് സോങ്ങിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, കാരണം എൻ്റെ ക്യാരക്ടർ അവിടെ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡാൻസ് ഈ പറയുന്ന പോലെ ഒരു പടത്തിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൂ. അതായത് ആക്ടിങ് എന്നുള്ള രീതിയെ എന്തെങ്കിലും രീതിയിൽ അതിനെ ഒരു ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഡാൻസ് എപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട്, വേണ്ട ഒരു സ്ഥലത്ത് ഉപയോഗിക്കാം, അത്രേ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിൻ്റെ കൂടെയുള്ള അഭിനയം? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ടെൻഷനേക്കാളേറെ ഞാൻ ഭയങ്കര എനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണല്ലോ. അപ്പോൾ അവരുടെ അനിയത്തി, അതും നല്ലൊരു പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ആ സമയത്ത് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ രാജുവേട്ടൻ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു ടെൻഷൻ ഫ്രീ ആയി ആ സമയത്ത്. എന്ന് വെച്ചാൽ രാജേട്ടൻ അങ്ങനെ ഒരു നമ്മൾ നല്ല കോമഡിയൊക്കെ പറഞ്ഞ് ജോവിയലായിട്ടുണ്ടായിരുന്നു ആ സെറ്റിൽ. അപ്പം അതുകൊണ്ട് കുറേ അങ്ങനെ ടെൻഷനും ഒക്കെ പോയി. പിന്നെ സാറും ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. സിനിമ ഞങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പറയും. അതെ, എന്താണ് പറയാ, എങ്ങനെ ആ ക്യാരക്ടറിനെ പറ്റി ഒന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. അത് ആ പാട്ടിൽ കാണുന്ന തന്നെയാണ്. കാരണം വളരെ ഒരു ചെല്ലം, അതായത് ഒരു കുട്ടികളെ, അതെ, പെറ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഏട്ടനും ചേട്ടന്റെ പെറ്റാണ്. അതെ അതെ, എന്തുണ്ടെങ്കിലും ആ പാട്ട് കണ്ടാ അറിയാലോ. അതെ, അപ്പൊ അപ്പയായിട്ടുള്ള പ്രശ്നം വരുമ്പോഴൊന്നും ഏട്ടനെയാണ് വേഗം ഒന്ന് സപ്പോർട്ട് ചെയ്ത്, അങ്ങനെ ആ ഒരു ബ്രദർ സിസ്റ്റർ ഇതുണ്ടല്ലോ വളരെ ആ ഒരു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്നേഹം കൊണ്ട് വളരെ കുട്ടിത്തായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ആ പാട്ട് കഴിഞ്ഞ ശേഷം എല്ലാവരും പറഞ്ഞു, മെസ്സേജൊക്കെ ഇങ്ങനെ വന്നു, ശരിക്കും നമ്മുടെ ഇപ്പം പറഞ്ഞല്ലോ എൻ്റെ അനിയത്തി എങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബ്രദർ സിസ്റ്റർ കോമ്പിനേഷൻ ഒരുപാട് പേര് അതിനും നല്ല ഇത് പറഞ്ഞു, ഒപ്പീനിയൻ പറഞ്ഞു. ശരിക്കും നല്ലൊരു ക്യൂട്ട് ബ്രദർ സിസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു അത്. അതെ അതെ. ഹൈദരാബാദ്, കോയമ്പത്തൂർ, ചെന്നൈ, കൊച്ചി കുറച്ച് ഇൻഡോർ വർക്ക് ചെയ്തു, കുറച്ച് വാഗമണൊക്കെ. ഇനി ഊഴം ഇപ്പൊ ഓണത്തിന് ഇതാവുകയാണ്. അപ്പം ഈ ഊഴത്തിന് ടീമിൽ ഓണത്തിന് എന്താണ് പ്ലാൻ? എന്താണ്
റിലീസ് ആകുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ഊഴം ആണ് നമ്മുടെ ഇത്തവണത്തെ ഓണം. ഓണം ഇതാണ് ഓണം. ഓണം അപ്പം ഓണത്തിന് എനിക്ക് തോന്നുന്നു എല്ലാരും നമ്മുടെ സാറിന്റെ ഓണം വീട്ടിൽ ആ വന്ന് ചൂടും. ഊഴത്തിൽ കൂടെ വന്നു. ഇനിയിപ്പോ ബാക്കി അല്ലേ വേണ്ടെന്ന് തോന്നുന്നു. കാരണം വീട്ടിലെ സ്ഥിതി ഇപ്പൊ ഓണത്തിന് ഒത്തുകൂടാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. ഓണത്തിന് വീട്ടില് നിൽക്കുന്ന ചേച്ചിയൊക്കെ വീട്ടിൽ പോവാ. അപ്പൊ എന്നോട് ലിന്റെ പുള്ളിക്കകത്ത് പ്രത്യേകം വേണ്ട ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ചേക്കുന്നത്. എവിടെയെങ്കിലും ഓണമൊക്കെ ഇതാണ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആഘോഷിക്കും. കാരണം അവിടെ തന്നെ ഇനി കുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചാൻസ് എടുക്കുന്നില്ല. ഓണത്തിന് എനിക്ക് തോന്നുന്നു എല്ലാവരും അവരുടെ വീടുകളിലാണ് മാക്സിമം പോകാൻ വയ്ക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഓണത്തിന്റെ സമയത്ത് വീട്ടിൽ പറ്റുമെങ്കിൽ വീട്ടിൽ പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സത്യമായിട്ടും. അപ്പം തീർച്ചയായിട്ടും ആ ഒരു അടുത്ത ഇനിയിപ്പോൾ എന്താ ഞങ്ങളിങ്ങനെ പേപ്പറിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേപ്പറിലൊക്കെ കാണുന്നു സാറ് 3-4 പ്രോജക്റ്റും കൂടെ ഇങ്ങനെ അതിന്റെ വർക്ക് പ്രൊജക്റ്റുകൾ പലതുണ്ട്. അതിൽ അടുത്ത ഇത് ഞാൻ തന്നെ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ലോ. ഇപ്പം മമ്മൂക്കായുമായിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഈ പൃഥ്വിയായിട്ടും ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ലാലേട്ടനുമായിട്ട് പ്രൊജക്റ്റ് ഉണ്ട്, പിന്നെ വേറെ 1-2 ഇപ്പം ദുൽഖർ ഒക്കെ ഒരു സബ്ജക്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. അപ്പം സബ്ജക്റ്റൊക്കെ ഒരു ഇതാവണല്ലോ. അപ്പം ഇവരുടെയൊക്കെ വെച്ച് ഒരു സിനിമ ചെയ്യണമെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു സാധനം നമ്മൾ ഓർക്കുന്നില്ലേ, ഒരു സാധനമുണ്ട്, അത് എഴുതാനുണ്ട്. ഒരു ബേസിക് സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഞാനും പിള്ളേർ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇതുണ്ട്. ഈ പ്രൊജക്റ്റ് എപ്പോൾ എങ്ങനെ എന്ന് പറയുന്നത് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട് അതിനകത്ത്. എനിക്കറിയില്ല നടക്കില്ലോ എന്നുള്ളത്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചില സാധ്യതകൾ വന്ന് നിൽപ്പുണ്ട്. ഇതിൽ ഏതൊക്കെ നടക്കും, ഏതൊക്കെ എന്ന് നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അതതിൻ്റെ ഫസ്റ്റ് കം ബേസിസിൽ അങ്ങ് പോകും. ഏതിന്റെ സ്ക്രിപ്റ്റ് റെഡി ആവുന്നു അതനുസരിച്ച് അങ്ങ് പോകും. അതിൻ്റെതായ ഊഴം വരുമ്പോൾ എല്ലാം അതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നേരുന്നു. സിനിമ വലിയൊരു വിജയമാവട്ടെ. ഈ സിനിമയെ പറ്റി സാർ തന്നെ പറഞ്ഞോട്ടെ പ്രേക്ഷകരോട്. അല്ല നല്ലത് സാർ തന്നെ പറഞ്ഞോളൂ. ഞാനും പൃഥ്വിരാജും മെമ്മറീസിന് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് ഊഴം. ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബന്ധുക്കളോടും എല്ലാവരോടും ഈ സിനിമയെ പോയി കാണാൻ പറഞ്ഞ് ഇതൊരു വൻ വിജയമാക്കി തീർക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അക്കൂട്ടത്തിൽ വൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ഊഴം ടീമിൻ്റെയും ഓണാശംസകൾ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സിനിമ ഒരു വലിയ വിജയമാവട്ടെ. എല്ലാവിധ ആശംസകളും.